അപ്പോൾ ഇതിൽ വരുന്നത് ഈ പാരലൽ സിനിമ, ഏകദേശം പാരലൽ സിനിമ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആർട്ട് സിനിമ. ആർട്ട് സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനുഷ്യന് അങ്ങനെ അവിടെ നിന്ന് തലപുകയ്ക്കുന്ന രീതിക്കുള്ള സിനിമകളല്ല. സിനിമ ആസ് എ മീഡിയം എന്നുള്ള നിലയ്ക്ക് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന സംവിധായകരെടുത്ത പടങ്ങളാണ്. ആ സമയത്ത് ശരിക്കും ആസ്വാദ്യകരം ആയിട്ടുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ തന്നെയാണ് വരുന്നത്. ഇപ്പം ഗോദാദിൻ്റെ പല പടങ്ങളും നമ്മളിങ്ങനെ കണ്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് ഗോദാദ് പറഞ്ഞു പോകുന്നത് നമ്മൾക്ക് അത് സംവിധായകൻ ആ രീതിക്കാണല്ലോ വർക്ക് ചെയ്യുന്നത്. സുമത്ത് സത്യജിത്രയെ പോലുള്ളവർ വളരെ അതിഗംഭീരമായിട്ടാണ് ഗോദാദിനെ കാണുന്നത്. പക്ഷേ അത് നമുക്ക് അത് ആ സംവിധായകൻ മറ്റൊരു തലത്തിൽ, ഉയർന്ന തലത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സംഗതി വരുന്നു. പക്ഷേ മറ്റ് പടങ്ങൾ ആ രീതിക്കുള്ള പടങ്ങളല്ല. അപ്പോൾ ശരിക്കും ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പടങ്ങളാണ്. ഈ സത്യജിത്രയുടെ പത്തേർ പഞ്ചാലി തുടങ്ങിയ ചിത്രങ്ങൾ ഒക്കെ എത്ര തവണ അവിടെ കാണിച്ചിട്ടുണ്ട് എനിക്കറിയില്ല. എത്ര തവണ, ഞാൻ തന്നെ എത്രയോ തവണ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഫെസ്റ്റിവലിൽ 1982 മുതൽ ഞാനൊരു അക്രഡിറ്റഡ് ജേർണലിസ്റ്റാണ്. എനിക്ക് എല്ലാ പടങ്ങളും ഫ്രീ ആയിട്ട് കാണാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഈ ഫെസ്റ്റിവൽ കലാകൗമുദി ആയിരുന്നു ഞാൻ തുടങ്ങുന്നത്. മിക്കവാറും എൻ്റെ ലേഖനങ്ങൾ ജയചന്ദ്ര സാറ് പത്രാധിപരായിരുന്നപ്പോൾ, നരസ് ബാബു സാറ് പത്രാധിപരായിരുന്നപ്പോൾ, അപ്പോൾ ആ ഒരു പീരീഡിലൂടെ ആണ് ഈ നമ്മളിങ്ങനെ കടന്ന് പോകുന്നത്. അപ്പോൾ ആ പീരീഡിലൊക്കെ ആ 1982 മുതലുള്ള അനുഭവം. അപ്പോൾ പിന്നെ സത്യജിത്രയുടെ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഏറ്റവും പുതിയ പടങ്ങൾ, അവസാനം സത്യജിത്രയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അത് വലിയ ഡെറക് മാൽക്കം ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നാണ്. പക്ഷേ എന്നിട്ടും പുള്ളി പടം എടുക്കുന്നുണ്ട്. ആ പടം ഒക്കെ ഫെസ്റ്റിവലിൽ വന്നതാണ്. പക്ഷേ അത് പറയുന്നത് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് സത്യജിത്രയുടെ ശരിക്കും പുള്ളിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയായിരുന്നു എന്നാണ്. ഒരു സംവിധാനം ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇപ്പോൾ റേയുടെ ഒരു അനുഭവമാണല്ലോ ചോദിച്ചത്. റേയുടെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ, അല്ലെങ്കിൽ നാഷണൽ ഫിലിം തിയേറ്ററിൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ റേ എന്ന് പറയുമ്പോൾ എത്രയോ തവണ റേയുടെ സംഭാഷണം നടത്തിയിട്ടുണ്ട്. റേ സ്റ്റേജിൽ വന്ന് പടങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓഡിയൻസുമായിട്ട് ചർച്ച, റേ സ്റ്റേജിൽ വന്ന് തീർച്ചയായിട്ടും ഓഡിയൻസുമായിട്ട് ചർച്ച ചെയ്യും. പക്ഷേ ഈ ഗാർഡിയൻ ലെക്ചർ സമയത്ത് റേയുടെ ഒരു സംഗതി, റേ വ്യക്തിപരമായിട്ട് തന്നെ ഒരു വലിയ ഒരു ആചാരബാഹുവായിട്ടൊരു മനുഷ്യൻ, പിന്നെ അതിഗംഭീരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ, കമ്മ്യൂണിക്കേഷൻ്റെ യാതൊരു പ്രശ്നവുമില്ല ഓഡിയൻസുമായിട്ടുള്ള. അപ്പോൾ അതുണ്ട്. പിന്നെ റേയുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷിൻ്റെയും ഇന്ത്യൻ കൾച്ചറിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു രണ്ടിനെയും കൂടി ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൾച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി അതിവിശാലമായ രീതിക്ക് ആളുകളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, വിനിമയം നടത്താനായിട്ട് അവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ റേ എന്ന് വെച്ചാൽ മറ്റ് പലരെക്കാളും റേ ഇങ്ങനെ ഒരു തരം ആരാധനയോടുകൂടി എന്ന് പറയാം. സാഹിബിന് ഈ ആരാധന എന്നുള്ള പരിപാടി ആ വാക്ക് തന്നെ അവർ ഉപയോഗിക്കാറില്ല. പക്ഷെ എന്നാലും ആരാധനയുടെ ഒരു പാടയുള്ള ഒരു തരം അപ്രിസിയേഷനാണ് റേക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. അവർ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതും റേ ആ ഓഡിയൻസിനെ മൊത്തം കയ്യിലെടുത്തുകൊണ്ടാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഓരോന്നും. അപ്പോൾ അതൊരു, ഞാൻ നോക്കുകയാണെങ്കിൽ റേയുടെ ആ ജീവിതത്തിലൂടെ 1982 മുതലുള്ള കാര്യം പറയണം. അതിന് മുമ്പ് പോയിട്ടുണ്ട്. അതിന് മുമ്പ് 1982 എന്ന് പറഞ്ഞാൽ ഞാൻ ലണ്ടനിലെത്തുന്നത് 1973 ആണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പോകുമായിരുന്നു. പക്ഷേ 1982 മുതലാണ് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കവർ ചെയ്യുന്ന ഒരു പത്രപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഒഫീഷ്യലായിട്ട് പത്രപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് 1982 മുതലാണ് കവർ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പീരീഡ് റേയുടെ ജീവിതം ഇങ്ങനെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ അവതരിപ്പിക്കും. നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ റേയുടെ ജീവിതം കടന്നു പോകുന്നതായിട്ട് ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നാറുണ്ട്. കാരണം പല ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം റേയുടെ പടം നമ്മൾ കാണുക, റേ അവിടെ വരുന്നുണ്ട്, റേ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളോടെന്ന് വെച്ചാൽ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ
റേയുടെ ആ ഒരു ഇത് ഞാൻ മൃണാൾ സെന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യജിത്ത് റേയെ ഇൻ്റർവ്യൂ ചോദിക്കാനായിട്ട് ഞാനൊന്ന് മടിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻ്റർവ്യൂ ചെയ്തേനെ. പക്ഷേ അത് ഇൻ്റർവ്യൂ ചെയ്തില്ലായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ റേയുടെ ഓരോ വാക്കും പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് റേയ്ക്ക് ലണ്ടൻ ഫെസ്റ്റിവലുമായിട്ട് അപാര ബന്ധമാണ്, അവിടുത്തെ ഓഡിയൻസുമായിട്ട് എല്ലാം.